നമസ്കാരം. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ തുടക്കമാണെന്നും അത് ഒന്നാമത്തെ സ്റ്റേജ് പോലും എത്തിയിട്ടില്ല. അത് ഒരു സ്റ്റാർട്ടിങ് കണ്ടു. ഒരു സാധാരണ ഒരു പരിശോധനയിൽ കണ്ടെത്തി. അത് ഒരു ഗുരുതരമായ കാര്യമല്ല. അത് പെട്ടെന്ന് തന്നെ ഇത് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന അർത്ഥത്തിലും, അതുപോലെ അത്തരത്തിൽ ഒരു രോഗമോ മറ്റു കാര്യങ്ങളോ വന്ന് ഈ മഹാനടന്റെ നിലവിൽ നമുക്കറിയാലോ, നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും മറ്റു കാര്യങ്ങളും അദ്ദേഹത്തിനോട് സിനിമ സംബന്ധിച്ച്, അതുപോലെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതമായിട്ട് സംബന്ധിച്ച്, പിന്നെ പുറത്തേക്ക് അദ്ദേഹം അധികം തുറന്നു കാണിക്കാത്ത അദ്ദേഹത്തെ ചാരിറ്റിയെ സംബന്ധിച്ച്, അങ്ങനെ ഒത്തിരി മേഖലകളുണ്ട്. അതൊക്കെ സജീവമായിട്ട് നടക്കട്ടെ, നന്നായിട്ട് നടക്കണം എന്ന ആഗ്രഹത്തോടെ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ആ വീഡിയോക്കെതിരെ ഒന്നല്ല, ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ എവിടെയും തന്നെ മമ്മൂട്ടിയെ ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ അവഹേളിക്കുന്നതുമായ യാതൊരു വാർത്തയും ഞാൻ കണ്ടില്ല. മാത്രമല്ല, അത് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായി, അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ഈ പറയുന്നത്, കഴിഞ്ഞ ദിവസം എനിക്കൊരു വിഷയമുണ്ടായപ്പോൾ ഷാജൻ സ്കറിയ എന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി വസ്തുതകൾ മനസ്സിലാക്കി അതിന്റെ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച അതേ സംസാരത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ എനിക്ക് പറഞ്ഞതിന്റെ, എന്നെ കുറിച്ച് പറഞ്ഞതിന്റെ പ്രത്യുപകാരമായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടായിരിക്കും. ഇതേ ഷാജൻ സ്കറിയെ ഞാൻ വിമർശിച്ചുകൊണ്ട് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന അവസരത്തിൽ പോലും ഞാൻ എതിർത്ത് ചില വിഷയങ്ങൾ, ചില കാര്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയും ചെയ്യും. അതിനെനിക്ക് യാതൊരു മടിയൊന്നുമില്ല. എന്നാൽ ഈ മമ്മൂട്ടി വിഷയത്തിൽ ഷാജൻ സ്കറിയ ഏതെങ്കിലും വിധത്തിൽ മമ്മൂട്ടി അവഹേളിച്ചതായി അദ്ദേഹത്തിന്റെ വീഡിയോകൾ, 2 വീഡിയോകളാണ് ഞാൻ കണ്ടത്. ആ വീഡിയോയിൽ എവിടെയും ഞാൻ കണ്ടില്ല. മാത്രമല്ല, മമ്മൂട്ടിക്ക് പൂർണ്ണ ആരോഗ്യ സൗഖ്യം നേരുക മാത്രമാണ് അതിൽ കണ്ടത്. പൊളിറ്റിക് കേരള എന്ന ഒരു ചാനലിൽ ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോയിൽ മമ്മൂട്ടിയെ എന്തോ ആക്ഷേപിക്കുന്ന വിധം എന്തൊക്കെ ചെയ്തുവെന്നും, അത് മമ്മൂട്ടിയെ അവഹേളിച്ചത് കൊണ്ട് മമ്മൂട്ടി ഷാജൻ സ്കറിയക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന രീതിയിലൂടെ വാർത്ത കണ്ടു. പക്ഷെ ആ വാർത്ത മുഴുവൻ കേട്ടപ്പോ, പൊളിറ്റിക് കേരളയുടെ ആ വാർത്ത കേട്ടപ്പോ സത്യത്തിൽ എനിക്ക് തോന്നിയത്, മമ്മൂട്ടിയുടെ ആ ഒരു ഭാഗം വിശദീകരിക്കുന്നതിനോ അല്ലെങ്കിൽ മമ്മൂട്ടിയെ കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനോ പകരം ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്താനും അവഹേളിക്കാനും വേണ്ടി മാത്രം ഒരു വീഡിയോ, അതിന് മമ്മൂട്ടിയെ കൂട്ടുപിടിച്ചു അല്ലെങ്കിൽ ദുൽഖറിനെ കൂട്ടുപിടിച്ചു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അത്ര മാത്രമേ തോന്നിയുള്ളൂ. അതിലപ്പുറത്തേക്ക് എനിക്കൊന്നും തോന്നിയില്ല. മമ്മൂട്ടി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയുടെ വിവരക്കേടെന്ന് ഞാൻ പറയും, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മമ്മൂട്ടിയെ പോലുള്ള ഒരു മഹാനടൻ ഒരു സ്വകാര്യ സ്വത്തല്ല, മലയാളത്തിന്റെ സ്വത്താണ്. അതങ്ങനെയാ, സെലിബ്രിറ്റികൾ അങ്ങനെയാ. സെലിബ്രിറ്റികളായി കഴിഞ്ഞാൽ ആ സെലിബ്രിറ്റികളാക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്, സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യത്തിലും അവരുടെ ഭക്ഷണത്തിലും അവരുടെ നടപ്പിലും അവരുടെ വാഹനത്തിലും അവരുടെ സംസാരത്തിലും സംസ്കാരത്തിലും എല്ലാം, അവരുടെ ജീവിതത്തിലും എല്ലാം മലയാളി ആയതുകൊണ്ടാണ് കേട്ടോ, ആരാധകരുടെ ഒരു കണ്ണുണ്ടാവും. അതൊക്കെ വാർത്തയാവുകയും ചെയ്യും. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അവർ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് അവർക്ക് പബ്ലിക്കിൽ ഇറങ്ങി നടക്കാൻ പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നിങ്ങൾക്കും, എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കുമൊക്കെ നമ്മുടെ അങ്ങാടിയിൽ ഇറങ്ങി നടക്കാം. അപ്പൊ എനിക്ക് എന്റെ അങ്ങാടി കുന്നുംപുറത്ത് ഇറങ്ങി നടക്കാം. ആരും തിരിഞ്ഞു നോക്കൂല. ഒരു പട്ടി ഉണ്ടാവില്ല അവിടെ തിരിഞ്ഞു നോക്കാൻ. അത് ഓൻ എന്ന് കരുതും. നേരെ മറിച്ച് മമ്മൂട്ടിയുടെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റും? ഇറങ്ങി നടക്കാൻ പറ്റൂലെന്നേ. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നതിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. നിസ്കാരം സഫിൽ ഒരു പക്ഷേ മമ്മൂട്ടിക്ക് വളഞ്ഞു ചുറ്റിയ ആളുണ്ടാവില്ലായിരിക്കാം. പക്ഷെ മുറ്റത്തിറങ്ങുമ്പോഴും പിന്നീട് സഞ്ചരിക്കുമ്പോഴും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ എന്റെ നാട്ടിൽ കുന്നുംപുറത്ത് വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടി ഈ നാട്ടുകാരനെ അല്ല, ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ആളുകളെയും, അത് മമ്മൂട്ടി മാത്രമല്ല, പൃഥ്വിരാജ് ആയാലും, ഇനി പൃഥ്വിരാജിന്റെ ജ്യേഷ്ഠനായാലും, ഇനി ദുൽഖർ ആയാലും, ആരായാലും, ഏത് സിനിമ നടനായാലും, ആര് തന്നെ ആയിരുന്നാലും, മമ്മൂട്ടി ഒരു മലയാളത്തിന്റെ മഹാനടൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടല്ലേ. അദ്ദേഹം നടിച്ചുണ്ടാക്കിയ സമ്പാദ്യം, അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം കുറെ ആൾക്കാർക്ക് ചാരിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരാധകരായ മുഴുവൻ ആൾക്കാർക്കും അദ്ദേഹം ഒന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹം കുറെ സിനിമകൾ മാത്രമാണ് കൊടുത്തത്. ആ സിനിമകൾ കാണാൻ വേണ്ടി ഈ ആരാധകർ അങ്ങോട്ടാ പൈസ കൊടുത്തത്, മമ്മൂട്ടിക്കാ പൈസ കൊടുത്തത്. അതായത് മമ്മൂട്ടിക്ക് പൈസ കൊടുത്ത് മമ്മൂട്ടിയുടെ ആരാധകരായി നിൽക്കുന്നവരാണ് ഇവിടുത്തെ ഈ പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആരാധകരും. അവർക്ക് മമ്മൂട്ടിക്ക് ചെലവിന് കൊടുക്കുന്നു, മമ്മൂട്ടിക്ക് പണം കൊടുക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട്. മമ്മൂട്ടിയുടെ സിനിമ ഇവർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് പണം കിട്ടൂലല്ലോ. അപ്പൊ പണത്തിന്റെ കാര്യത്തിലായാലും ആരാധകരുടെ കാര്യത്തിലായാലും ഏതിന്റെ കാര്യത്തിലായാലും മമ്മൂട്ടി എന്നൊരു വ്യക്തി അവർ ഹൃദയത്തിലെടുത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കാശ് കൊടുക്കുന്നതും ഈ പണം പോയി കാണുന്നതും അദ്ദേഹത്തെ ഒരു താരപരിവേഷത്തോടെ എടുത്ത് ഹൃദയത്തിൽ വെക്കുന്നതും ആണല്ലോ. അപ്പോ അതിന്റെ ഓരോ ഇഞ്ചും അത് അളന്നു കുറിച്ച് അതിന് അഭിപ്രായം പറയും. പണ്ടത്തെ പോലെ ഗോസിപ്പുകളൊന്നും ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആരോഗ്യ വിഷയം വന്നപ്പോൾ ആ ആരോഗ്യ വിഷയത്തെ കുറിച്ച് ജനം എങ്ങനെയാണ് ആശങ്കപ്പെടുന്നത്, ജനം എങ്ങനെയാണ് സംശയിക്കുന്നത് എന്നത്
മെഡിക്കൽ റിപ്പോർട്ടിന്റെയും ലഭ്യമായ അറിവുകളുടെയും അടിസ്ഥാനത്തിൽ ഷാജൻ സ്കറിയ സംസാരിച്ചു. അതിലെന്താ തെറ്റ്? എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടി ഇതിന്റെ കേസിന്റെ പിന്നാലെ പോകുന്നുള്ളത്. പോണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വിവരക്കേടെന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ആരും ദുൽഖറിന്റെ ആയാലും അവരുടെയൊക്കെ വിവരക്കേടാണ്. കാരണം ഈ പറഞ്ഞ സെലിബ്രിറ്റികളെ കുറിച്ച് സംസാരിക്കാനും അവരുടെ എന്താ പറയാ പബ്ലിക് ജീവിതം അനാവരണം ചെയ്യാനും അവരുടെ പൊതുജീവിതം പൊതു ഇടത്തിലുള്ള ജീവിതത്തെ വിലയിരുത്താനും ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശം ഉണ്ടെന്നേ അവരത് ചെയ്യും. കാരണം അവരൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് അവരെ സെലിബ്രിറ്റികൾ എന്ന് വിളിക്കുന്നത്. അല്ലാതെ എന്നെ നിങ്ങളെ പോലെ ഇപ്പൊ അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ അങ്ങനെയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പൊളിറ്റിക് കേരളയുടെ ആ ഒരു വീഡിയോ ഏതാണ്ട് എപ്പോഴിട്ടത് ഞാനിപ്പോ കണ്ട വീഡിയോ 14 മണിക്കൂർ മുമ്പാണ് മൂപ്പരിട്ടേക്കുന്നത്. ആ വീഡിയോ സത്യത്തിൽ ഷാജൻ സ്കറിയെ വെച്ചുകൊണ്ട് മമ്മൂട്ടിയെ വെച്ചുകൊണ്ട് ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മമ്മൂട്ടിക്കെന്നല്ല എനിക്കെന്നല്ല ആർക്കാലും ക്യാൻസർ അല്ല ഏത് രോഗം വരാം, ആർക്കും വരാം. എന്താ നമുക്ക് വരാൻ പാടില്ല, മമ്മൂട്ടിക്ക് വരാൻ പാടില്ല. അത് ചികിത്സിക്കാൻ ചെയ്യും. നമ്മൾ ഇന്നച്ചൻ ഇല്ലായിരുന്നോ? ഇന്നച്ചൻ അത്രയധികം ഒരു വലിയ എന്താ പറയാ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് കൊച്ചിയിൽ വെച്ചിട്ട് എന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അവിടെ ഒരു ബിസിനസ് ക്ലാസ് എടുക്കാൻ പോയതാ. തോളത്തൊക്കെ ഒരു ഷാൾ ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗ് അടിച്ചു പോയ ഇന്നച്ചനെ എനിക്കറിയാം. അദ്ദേഹം ആ രോഗത്തെ അതിജീവിച്ച ആളല്ലേ. അപ്പൊ അതുപോലെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗം എന്ന് പറയുന്നത് മലയാളികളായ ആരാധകരുടെ ആശങ്ക തന്നെയാണ്. ആ ആശങ്ക അകറ്റാൻ വേണ്ടി ഷാജൻ സ്കറിയ 2 വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്മയായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ മമ്മൂട്ടി ഗുരുതരമായ ക്യാൻസർ രോഗം ബാധിച്ച് ആകെ ഗുരുതരമാണ്, നാളെ ഇങ്ങ് തട്ടിപ്പോ എന്ന രീതിയിലൊന്നും മുമ്പ് അർത്ഥം ചെയ്തിട്ടില്ലല്ലോ. അങ്ങനൊന്നും ചെയ്തില്ല. മലയാളികൾക്ക് ആശ്വാസമാണ്. അതൊരു വളരെ നേരിയ ഇതാണ്. ഈ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാരക രോഗമൊന്നുമല്ല. ഈ മാരക രോഗം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യാം, ഇവിടെ അത് പറയുന്നില്ല. അതൊരു മാരക രോഗമേ അല്ല, അത് മാരകമാക്കുന്നതാണ്. മാരകമാക്കാതെ തന്നെ അത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുന്ന നിസ്സാരമായ ഒരു രോഗമാണ്. അത് അലോപ്പതിക്ക് പുറത്തുള്ള മറ്റ് വിഭാഗങ്ങളിൽ ജലദോഷം പോലെ ഒരു സാധാരണ രോഗം മാത്രമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. ചികിത്സ ഇല്ലാത്ത മേഖലയിൽ ചികിത്സിക്കുമ്പോൾ മാത്രമാണ് അതൊരു മാരക രോഗമായി മാറുന്നത്. അതവിടെ നിൽക്കട്ടെ, അതൊരു മറ്റൊരു വിഷയമാണ്. മറ്റു വീഡിയോകളിൽ ഞാൻ അതിനെ കുറിച്ച് പറയാം. അതുകൊണ്ട് തന്നെ ഷാജൻ സ്കറിയ പറയുന്നത് പോലെ ഈ ഒരു ചെറിയ ഒരു അസുഖം അത് മാറിക്കൊള്ളുന്നേ. അത് മാറ്റാൻ വേണ്ട കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടെന്നും പേടിക്കാനൊന്നുമില്ല എന്നും അതുകൊണ്ട് ഈ ആരാധകരായിട്ടുള്ള കേരളത്തിലെ ഭൂരിപക്ഷം അവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും ഈ മമ്മൂട്ടിക്ക് ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നുവെന്നും എത്രയും പെട്ടെന്ന് അദ്ദേഹം സൗഖ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫീൽഡിലേക്ക് തിരിച്ചു വരട്ടെ, ആരാധകർക്ക് ഒരു ആശ്വാസമാകട്ടെ എന്നും ഷാജൻ സ്കറിയ ആശംസിക്കുന്നു. അതിനോടൊപ്പം ഞാനും ആശംസിക്കുന്നു. എന്റെ മമ്മൂട്ടി വിഷയത്തിൽ ആദ്യ വീഡിയോ ആണ്. പക്ഷെ ഇതൊന്നും പറയേണ്ടതാ കരുതിയിരുന്നത്. പക്ഷെ ഇതുപോലെ മമ്മൂട്ടിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഷാജൻ സ്കറിയന്റെ നെഞ്ചത്തേക്ക് കയറിയപ്പോ എന്റെ നെഞ്ചത്തേക്ക് കുറെ ആൾക്കാർ കയറിയ സമയത്ത് എനിക്ക് ഷാജൻ സ്കറിയ ഉണ്ടായിരുന്നുള്ളൂ എന്നതൊരു നന്ദി ഞാൻ കാണിക്കണമല്ലോ. അത് മാത്രമല്ല അതിന് സത്യാവസ്ഥ എന്റെ അഭിപ്രായമായി എനിക്ക് പറയണമല്ലോ. ഷാജൻ സ്കറിയയുടെ വീഡിയോ 2 പൂർണ്ണമായിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ പൊളിറ്റിക് കേരളത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കൂല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ വീഡിയോ മുഴുവൻ ഷാജൻ സ്കറിയ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. വേണമെങ്കിൽ പൊളിറ്റിക് കേരളക്കെതിരെ ഷാജൻ സ്കറിയക്ക് ഒരു കേസ് കൊടുക്കാം. അതിനുള്ള ഊപ്പ വീഡിയോയിലുണ്ട്. Different angles. Don't forget to subscribe and support this channel.